ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ കോളേജിൽ ക്രിസ്മസ് ആഘോഷമാണ് നടക്കുന്നത്. എല്ലാവരും നല്ല അണിഞ്ഞൊരുങ്ങി സുന്ദരികളായിട്ടും സുന്ദരന്മാരായിട്ടും ഇരിക്കുന്നു. നീതുവാണെങ്കിൽ അവിടെയെല്ലാം തിരയുകയാണ് തൻ്റെ കാമുകൻ ആരാണെന്ന്. തിരയുന്നത് കണ്ടിട്ട് സനയും സൂര്യയും ഫ്രണ്ട്സ് എല്ലാം കൂടെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. അനിയമ്മയോടാണെങ്കിൽ കുഞ്ഞിയും അനന്തനും പറയുകയാണ്, പിള്ളേർക്ക് വർഷത്തിലൊരിക്കൽ കിട്ടുന്ന ചാൻസ് അല്ലേ, എല്ലാവരും അടിച്ചു പൊളിക്കാൻ നോക്കുന്നുണ്ടെന്ന് പറയുന്നു. അണിയമ്മ പറയാണ്, അങ്ങനെയാണെങ്കിലും എല്ലായിടത്തും ഒരു കണ്ണ് വേണമെന്ന്. ആണെങ്കിലും അവിടേക്ക് വരുന്നുണ്ട്. ഋഷി സൂര്യയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. മിത്ര അത് കാണുന്നുണ്ട്. മിത്രയ്ക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് കോളേജിൽ ക്രിസ്മസ് ഫ്രണ്ടിന് പരസ്പരം ഗിഫ്റ്റ് കൊടുത്ത് മേരി ക്രിസ്മസ് പറയുകയാണ്. സൂര്യയാണെങ്കിൽ സനയോട് ചോദിക്കുന്നുണ്ട്, മിത്ര മേഡത്തിന് എന്ത് ഗിഫ്റ്റാണ് കൊടുത്തതെന്ന്. സന അപ്പോൾ പറയാണ്, ലിഫ്റ്റിക്കും ഫേസ് ക്രീമുമാണെന്ന്. ഗിഫ്റ്റ് കൈമാറുന്നിടത്തേക്ക് റാണിയമ്മയും അനന്തനും കുഞ്ഞിയെല്ലാം അവിടേക്ക് വരുന്നു. സൂര്യയുടെ ഫ്രണ്ട് ഋഷി സാറും ഋഷി സാറിന്റെ ഫ്രണ്ട് സൂര്യയുമാണ് ക്രിസ്മസ് ഫ്രണ്ടായിട്ട് വരുന്നത്. രണ്ടുപേരും പരസ്പരം ഗിഫ്റ്റ് കൈമാറുകയാണ്. മിത്രയ്ക്കും റാണിയമ്മയ്ക്കും ഒന്നും അത് ഇഷ്ടപ്പെടുന്നില്ല. സന അപ്പോൾ വിളിച്ചു പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ രണ്ടുപേരെയും ഗിഫ്റ്റ് കാണണമെന്ന്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഫ്രണ്ട്സും പറയുകയാണ് കാണണമെന്ന്. ഷിസാർ അപ്പോൾ പറയുന്നുണ്ട്, എങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഗിഫ്റ്റ് പൊളിക്കുന്നു. രണ്ടുപേരും ഒരേ ഗിഫ്റ്റാണ് സെലക്ട് ചെയ്തേക്കുന്നത്, ഒരേ ബുക്കാണ്. രണ്ടുപേരും നല്ല പൊരുത്തമാണല്ലോ എന്ന് ഫ്രണ്ട്സ് പറയുകയാണ്. അത് കേട്ടിട്ട് റാണിയമ്മയ്ക്കും മിത്രയ്ക്കുമാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. സൂര്യയാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ആ ബുക്ക് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഋഷി ഫോൺ ചെയ്യുന്നു. ഋഷി ചോദിക്കുകയാണ്, ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരാതെ എന്താ പോയതെന്ന്. സൂര്യ അപ്പോൾ പറയുകയാണ്, ഫ്രണ്ട്സ് എല്ലാവരും കൂടി വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് പോയത്. ലാസ്റ്റ് ഡേ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഋഷി അപ്പോൾ പറയണം, അതൊന്നും കുഴപ്പമില്ല എന്ന്. താൻ ലീവല്ലേ, വീട്ടിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. സൂര്യ പോകുന്നുണ്ട്, അച്ഛന് വയ്യാതിരിക്കുവല്ലേ, ആശുപത്രിയിൽ പോകണമെന്ന് പറയുന്നു. ഋഷി അപ്പോൾ പറയണം, ഒരാഴ്ച തന്നെ കാണാതിരിക്കണമല്ലോ എന്ന്. സൂര്യ അപ്പോൾ പറയണം, പെട്ടെന്ന് ഒരാഴ്ച അങ്ങ് പോകുമെന്ന്. ഋഷി പറയണം, ബസ് സ്റ്റാൻഡ് വരെ ഞാൻ കൊണ്ടുവിടാമെന്ന്. സൂര്യ ആണെങ്കിൽ വീട്ടിലേക്ക് പോകാൻ റെഡിയായി വരുമ്പോൾ ടീച്ചറാണെങ്കിൽ പൈസ കൊടുക്കുന്നുണ്ട്. സൂര്യ വേണ്ടാന്ന് പറഞ്ഞിട്ടും ടീച്ചറാണെങ്കിൽ നിർബന്ധിച്ച് കയ്യിൽ പിടിപ്പിക്കുന്നു. ഋഷിയാണെങ്കിൽ വീട്ടിലേക്ക് വന്നിട്ട് സൂര്യയും കൂട്ടിയിട്ട് പോകുന്നു. സൂര്യയാണെങ്കിൽ കാറിൽ വെച്ച് പറയുകയാണ്, ഇടയ്ക്കിടയ്ക്ക് വിളിച്ചില്ലെങ്കിൽ വിഷമിക്കരുത്, എനിക്ക് അതുപോലെ തിരക്കായിരിക്കുമെന്നൊക്കെ. ഋഷി അപ്പോൾ പറയണം, എനിക്കറിയാം തൻ്റെ വീട്ടിൽ പോയാലുള്ള സാഹചര്യങ്ങളൊക്കെ, ഇടയ്ക്കിടയ്ക്ക് ഈ ഒരാൾ കാത്തിരിക്കുന്നു എന്ന് മാത്രം ഓർത്താൽ മതിയെന്ന് പറയുന്നു. കാണാൻ ഒരുപാട് ആഗ്രഹിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു മിസ് യു എന്നൊരു മെസ്സേജ് അയച്ചാൽ മതി, അത്രയൊക്കെ ഞാനും പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന് പറയാണ്. ഋഷി പറയാണ്, പ്രേമമെന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുകൊടുക്കാൻ ഭയങ്കര പാടാണ്, ഭയങ്കര പൊസസീവ്നെസ് ആണെന്ന് പറയുന്നു. സൂര്യയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാറ് നിർത്താൻ പറയുന്നു. നിർത്തിയിട്ട് പറയുകയാണ്, എനിക്ക് തിരിച്ചു പോകണം, സാറിനെ സങ്കടപ്പെടുത്തിയിട്ട് പോകാൻ ഇഷ്ടമല്ല എന്ന് പറയാണ്. ഋഷി അപ്പോൾ പറയണം, അങ്ങനെയൊന്നും താൻ ചിന്തിക്കേണ്ട, തനിക്ക് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ, അതുകൊണ്ട് പോകാൻ പറയുന്നു. ഋഷിയാണെങ്കിൽ സൂര്യയുടെ കൈ പിടിച്ചിട്ട് പറയുകയാണ്, എന്നെ കാണണമെന്ന് തനിക്ക് തോന്നുമ്പോൾ ഈ മോതിരത്തെ ഒന്ന് തഴുകിയാൽ മതി, അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓർമ്മ വരും. ആ അമ്പലത്തിൽ വെച്ച് ഞാൻ തന്ന വാക്കെല്ലാം ഉറപ്പായിട്ട് നിൻ്റെ മുന്നിലുണ്ടാകുമെന്നൊക്കെ പറയാണ്. ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, ഈ ലോകത്ത് എല്ലാത്തിനേക്കാട്ടിൽ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു. സൂര്യ അപ്പോൾ ചോദിക്കുകയാണ്, എന്നെ കാണാൻ തോന്നുമ്പോൾ എന്ത് ചെയ്യുമെന്ന്. ഋഷി അപ്പോൾ പറയാണ്, നിന്നെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എവിടെ നോക്കിയാലും നീ മാത്രമായിരിക്കുമെന്ന്. സൂര്യയാണെങ്കിൽ ഋഷിയുടെ കൈ ചേർത്ത് വെച്ച് മുഖത്തോട് വെക്കുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, എന്നെ എന്തിനാണ് ഇത്രയധികം സ്നേഹിക്കുന്നതെന്ന്. മുന്നോട്ട് ജീവിക്കാനുള്ള പ്രതീക്ഷയാണ് സൂര്യ എന്ന് ഋഷി പറയുന്നു. സൂര്യ പറയാണ്, മതി, ഇനിയും ഞാൻ അറിഞ്ഞാൽ ഒരുപാട് കരഞ്ഞു പോകുമെന്ന് പറയുന്നു. ഋഷിയാണെങ്കിൽ സൂര്യ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചിട്ട് ഹാപ്പി ജേണി, മിസ് യു എന്നൊക്കെ പറയുന്നു. സൂര്യ അപ്പോൾ പറയണം, ചിലപ്പോൾ ഞാൻ നാളെ തന്നെ തിരിച്ചു വരുമെന്ന്. ഋഷി അപ്പോൾ പറയണം, എങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കാമെന്ന്. സൂര്യയാണെങ്കിൽ കാറിൽ നിന്നും വിഷമത്തോടെ ഇറങ്ങുന്നു. ഋഷിയാണെങ്കിൽ എത്തിയിട്ട് വിളിക്കാൻ പറയുന്നു. സൂര്യയാണെങ്കിൽ ബസ്സിൽ കയറാൻ പോകുന്നത് നോക്കി ഋഷി ഇരിക്കുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്